ഹലോ ഗൈസ്, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴേ ബിരിയാണി കഴിക്കാനായിട്ടുള്ള ഭയങ്കര കൊതി. അങ്ങനെ അണ്ണനെ വിട്ട് ചിക്കനൊക്കെ വാങ്ങി. അമ്മ ചിക്കനൊക്കെ കഴുകി ചിക്കൻ കറിക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി. മുറ്റത്ത് നല്ല മഴയും അമ്മ പിന്നെ ഒരു പാട്ടുമൊക്കെ വെച്ചുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഈ ഒരു ഇതാണ്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ കിട്ടും. അപ്പോഴത്തേക്കിനും അമ്മ എനിക്ക് പണി തന്നു മേളിൽ കയറി പാത്രമൊക്കെ എടുക്കാൻ. അങ്ങനെ പാത്രമൊക്കെ എടുത്തു, പിന്നെ കുറച്ച് പച്ചമുളകൊക്കെ കൊണ്ടു കൊടുത്തു. അങ്ങനെ അമ്മ ചിക്കന് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഉള്ളിയൊക്കെ ചതയ്ക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇല എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ ഇലയ്ക്ക് നമ്മുടെ ഒരു പുതിന ഇലയുടെയൊക്കെ മണമാണ്. അങ്ങനെ ഞാൻ ആദ്യമേ ഒരെണ്ണം കൊണ്ടു കൊടുത്തപ്പോൾ അത് പോരാന്ന്, പിന്നെ ഞാൻ അത് ഫുള്ളും കൂടെ വലിച്ച് പറിച്ചെടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്കിനും അമ്മ ബിരിയാണിക്കുള്ള സാധനം അരിയായിരുന്നു. പിന്നെ എനിക്ക് ഇതൊക്കെ ചതയ്ക്കാനൊക്കെയുള്ള പണി കിട്ടി. പിന്നെ അങ്ങനെ ചതച്ചൊക്കെ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പണി തന്നു, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുക്കാനായിട്ട്. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറക്കുന്നതിൽ പകുതി എൻ്റെ വായിലോട്ട് തന്നെയായിരുന്നു പോകുന്നത്. അമ്മയൊന്നും ഇതൊന്നും അറിഞ്ഞതേ ഇല്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അമ്മ ഉള്ളി വഴറ്റാനായിട്ട് തന്നു. ഉള്ളിയും വഴറ്റി ബിരിയാണിക്ക് വേണ്ടി വറക്കാനായിരുന്നു, അതൊക്കെ വറുത്ത് കൊടുത്തു. അപ്പോഴത്തേക്കിനും അമ്മ ചിക്കൻ കറിയൊക്കെ വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ അരച്ച സാധനം എല്ലാം കൂടി ഇട്ട് വഴറ്റി, അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി. അങ്ങനെ വഴറ്റി കഴിയാറായപ്പോഴത്തേക്കിനും ഞാൻ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ വഴണ്ട് വറക്കണ ഇതേപോലെയൊക്കെ ആയി. അത് കഴിഞ്ഞ് തക്കാളിയൊക്കെ ശരിയാക്കാനുണ്ടായിരുന്നു. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് കറി വെക്കുകയാണ്. അങ്ങനെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് പിന്നെ ചിക്കനും തൈരും ഒക്കെ ചേർത്ത് അമ്മ ചിക്കൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ പോയി വായി നോക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ ചിക്കൻ എന്തായെന്ന് തുറന്ന് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ മിക്കവാറും ഈ വീട് കത്തിക്കുമെന്ന്. പിന്നെ ഞാൻ ബിരിയാണിക്കുള്ള അരിയൊക്കെ എടുക്കുന്നുണ്ട്. ഇത് കുഞ്ഞരിയുടെ ബിരിയാണിയാണ്, എനിക്കതാണ് കൂടുതലിഷ്ടം. അങ്ങനെ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ ആയി. അങ്ങനെ ബിരിയാണിയുടെ റൈസ് വയ്ക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അതൊക്കെ വെച്ചു. ആ പിച്ചി ഇല ഒഴിച്ച് ബാക്കിയെല്ലാം അമ്മ ഇട്ടിട്ടുണ്ട്. എന്നെയും കൊണ്ട് രണ്ടാമതും പോയി പിച്ചിട്ട് ഇത് ഇടുന്നില്ലയോ എന്തോ. അവസാനം ഇട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം ഇട്ടമ്മ അതൊക്കെ ശരിയാക്കി ഇതൊരു ഉപ്പുമാവിന് കുഴയ്ക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചിക്കൻ വറക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ നോക്കി. പിന്നെ ഉപ്പ് നോക്കാനാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചിക്കൻ വെന്തതൊക്കെ കഴിച്ചു. അപ്പം ദമ്മ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അമ്മ ദമ്മ് ചെയ്യാനൊക്കെ തുടങ്ങി. ഫോണിലെല്ലാം ആവി തട്ടി ക്യാമറയിലൊക്കെ ഇതായി. അതൊക്കെ ശരിയാക്കി പിന്നെ അമ്മ ദമ്മൊക്കെ ഇട്ടു. അമ്മ ഒറ്റ ലെയറിനായിരുന്നു ദമ്മിട്ടത്. അങ്ങനെ ദമ്മൊക്കെ ഇട്ടു. പിന്നെ ചിക്കനും